ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യധനചന്ദ്രൻ. ഇതൊരു കുഞ്ഞ് ഗെറ്റ് റെഡി വീഡിയോ ആണ് കേട്ടോ. നമ്മളിന്ന് സൈനോട് ചേച്ചി, ഇഷാൻ ദേവ് ചേട്ടൻ, നിഖിൽ മാത്യു ചേട്ടൻ, അതേപോലെ മൃദുല ചേച്ചിയൊക്കെ മീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, ഒരേ നിലാന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു കുഞ്ഞ് ഗെറ്റ് റെഡി വീഡിയോ ആണ്. ഓൾറെഡി ഈ പ്രോഗ്രാം കഴിഞ്ഞു കേട്ടോ, പക്ഷേ വീഡിയോ ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്കിൻ കെയറിൽ നിന്ന് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ആക്സസറീസ് ഒക്കെ ഇടുന്നുണ്ട്, മാല അതേപോലെ കമ്മലൊക്കെ ഇട്ടതിന് ശേഷം ഞാനിവിടെ ഇപ്പം സുഗന്ധയുടെ ഒരു നാസിനമൈഡ് സിറമാണ് കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അച്ഛൻ ഫുഡ് വാരി തരിക, കാരണം നമുക്ക് ടൈമില്ല. നമ്മുടെ വണ്ടി ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് വരുന്നതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ 9 മണി കഴിഞ്ഞു, 9:10 ആയി. അത് നന്ദനെ വിളിച്ച് എണീപ്പിച്ചുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്, അല്ലെങ്കിൽ ഞാൻ എണീക്കില്ല. അതിനുശേഷം നമ്മളിവിടെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഫേസിൽ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ പിന്നെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ എടുത്ത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം റീ ആപ്ലിക്കേഷൻ നടക്കത്തില്ല. അപ്പോൾ ഇടുമ്പോൾ നല്ല ക്വാണ്ടിറ്റിയിൽ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ സൺസ്ക്രീൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സൺസ്ക്രീൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കുറച്ച് സിലിക്കോണി ടെക്സ്ചറാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രൈമർ ഇട്ട എഫക്റ്റ് നമ്മുടെ ഫേസിന് തരും. ഇത് എർത്ത് സൺസ്ക്രീൻ ആണ് കേട്ടോ. പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഷുഗറിൻ്റെ പൗഡർ എടുത്തിട്ട് ഞാൻ ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ എടുക്കുന്ന പ്ലമ്മിൻ്റെ സ്ട്രോബ് ക്രീമാണ് കേട്ടോ. നല്ല കിടിലം സ്ട്രോബ് ക്രീമാണ്, നല്ലൊരു തിളക്കം, നമുക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിടിലമായിട്ടുള്ള ഒരു സ്ട്രോബ് ക്രീമാണ് കേട്ടോ. അപ്പം അഫോർഡബിളും ആണ് നമുക്ക് മേടിക്കാനായിട്ട്. പ്ലമ്മിൽ എപ്പോഴും ഓഫേഴ്സൊക്കെ അവൈലബിൾ. വെബ്സൈറ്റിലാണെങ്കിൽ നമുക്ക് 3 1000 രൂപയ്ക്കൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഭയങ്കര ലാഭമാണ് കേട്ടോ പ്ലമ്മിൻ്റെ പ്രോഡക്ട്സ്. നല്ല ക്വാളിറ്റി അടിപൊളി പ്രോഡക്ട്സ് ആണ് പ്ലമ്മിൻ്റെ. അതിനുശേഷം നമ്മളിവിടെ ലോറിയലിൻ്റെ കൺസീലർ എടുക്കുന്നുണ്ട്, ഇച്ചിരി എടുക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഞാൻ നല്ല ഉറക്കമൊന്നും ഉണ്ടായിട്ടില്ല 2-3 ദിവസമായിട്ട്. അപ്പോൾ ചെറിയ രീതിക്ക് ഒരു ഡാർക്ക് സർക്കിൾസ് ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫിംഗേഴ്സ് വെച്ച് തന്നെ നമ്മുടെ കണ്ണിരയിൽ ഇങ്ങനെ പാറ്റ് ചെയ്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ലോറിയലിൻ്റെ കൺസീലർ വന്നിട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഒരു 799 ഒക്കെയാണ് റേറ്റ്. നമുക്ക് ഓഫേഴ്സിൽ ഒരു 699 ഒക്കെ എന്തായാലും അവൈലബിൾ ആയിരിക്കും. നൈക്കയിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ, ആമസോണിലൊക്കെ ഓഫേഴ്സിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷേ അടിപൊളി കൺസീലറാണ്, ഭയങ്കര കവറേജ് ഉണ്ട്, നല്ല എന്താ പറയുക, നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക കൺസീലറാണ്, നല്ല കൺസീലറാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാനൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മേടിച്ച് വെച്ചോ, നല്ല പ്രൊഡക്റ്റാണ്. അതിനുശേഷം ഞാനിവിടെ ബ്ലഷ് എടുക്കുകയാണ്. പ്ലമ്മിൻ്റെ ഈ ബ്ലഷ് എനിക്കറിയത്തില്ല എത്ര പേര് ഇത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് എത്ര ക്വാളിറ്റി ഉള്ളൊരു ബ്ലഷാണെന്നറിയാമോ, ഭയങ്കര അടിപൊളി ബ്ലഷാണ്. എന്താ പറയുക, നല്ല പിഗ്മെൻറ്റേഷനാണ്. ഇച്ചിരി മതി, ഒരു കുഞ്ഞ് ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു ഫ്ലഷ് ഓഫ് കളർ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിടിലം ബ്ലഷാണ് ഇത്. അങ്ങനെ അധികം പേര് പറഞ്ഞൊന്നും ഞാൻ കണ്ടിട്ടില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ പ്രൊഡക്റ്റ് ഭയങ്കര അടിപൊളിയാണ്. ഇത് ശരിക്കും നല്ല ഹൈപ്പിൽ വരേണ്ട പ്രൊഡക്റ്റാണ്, കിടിലം പ്രൊഡക്റ്റാണ്. മേടിക്കണമെന്നെനിക്ക് മേടിച്ചു. കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു, ഒരു 450-500 ആ റേറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഫറിലൊക്കെ സെയിലിൻ്റെ ടൈമിലൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് അവൈലബിൾ ആയിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് വന്നിട്ട് പീച്ചി കീൻ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. അതും ബ്ലഷ് ക്രഷ് എന്ന് പറഞ്ഞ ഷെയ്ഡൊക്കെ ഭയങ്കര നല്ലതാണ്. പ്ലമ്മിൻ്റെ 2 ബ്ലഷ് എൻ്റെ കയ്യിലുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ കഴിക്കുന്ന കൂടെ ഉണ്ട് കേട്ടോ. രാവിലെ നമ്മുടെ ചില്ലി ചിക്കനും പൊറോട്ടയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ നമ്മൾ പൗഡർ എടുത്ത് നമ്മുടെ അണ്ടർ ഐസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെയും ഞാൻ കഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മൾ പിന്നെ ഇവിടെ മാർസിൻ്റെ പാലറ്റിൽ നിന്നും ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഡിഫൈൻഡ് ആയിട്ട് ഇരിക്കും നമ്മുടെ ഐബ്രോസ്, നല്ല അടിപൊളിയായിട്ടിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറയുക എൻഡിൽ നിന്ന് നമ്മൾ ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു നാച്ചുറൽ ലുക്ക്. അല്ലാതെ നമ്മൾ ഫ്രണ്ട് തന്നെ ഫസ്റ്റ് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് എഴുതിയ കണക്ക് തോന്നും. അങ്ങനെ വരരുത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു മിഡിൽ പോർഷനിൽ നിന്ന് അങ്ങോട്ട് എൻഡ്സിലേക്ക് തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് നന്നായിട്ട് മേളോട്ടൊക്കെ ആക്കി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഭയങ്കര നാച്ചുറലാക്കി എടുക്കുക. പിന്നെ ആ സ്പൂളി വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് വരും. ഈ ബ്രഷ് ഭയങ്കര അടിപൊളിയാണ്, സ്വിസ് ബ്യൂട്ടിയുടെ ബ്രഷ് സെറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അയ്യോ ഞാൻ കഴിഞ്ഞു. എന്നിട്ട് നമ്മളിവിടെ ഐ ഷാഡോ ഇടുന്നുണ്ട്. ഒരു ന്യൂഡ് ഷെയ്ഡ് ഐ ഷാഡോ എടുത്തിട്ട് കണ്ട മുകളിൽ ഇട്ടതിന് ശേഷം ഒരു ബേൺഡ് ഓറഞ്ച് കൈൻഡ് ഓഫ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ എന്താ പറയുക ഔട്ടർ കോർണേഴ്സിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗോൾഡൻ ഷിമ്മർ എടുത്തിട്ട് ഇന്നർ കോർണേഴ്സിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എല്ലാം കൂടെ ലയിപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെന്താ, കാജൽ എഴുതി കൊടുക്കണം കേട്ടോ. പ്ലമ്മിൻ്റെ കാജൽ എൻ്റെ ഫേവറേറ്റ് കാജലാണ്. കുറച്ച് ഹാർഡാണ്, പക്ഷെ കുഴപ്പമില്ല, നല്ല കാജലാണ്. ഞാൻ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലുള്ളിടത്തോളം കാലം ഇതിന് എത്ര രൂപയാന്ന് പറഞ്ഞാലും മേടിക്കും. അങ്ങനെ അത്ര അടിപൊളിയായിട്ടുള്ള കാജലാണ്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാജൽ പ്രോഡക്റ്റാണിത്. എനിക്ക് എത്രത്തോളം ഇതിനോടൊരു ലവ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, അത്ര ലബ്ബാണ് എനിക്ക് ഒരു പ്രോഡക്റ്റിനോട്. ഓ മൈ ഗോഡ്. പിന്നെന്താ പറയുക, പിന്നൊന്നുമില്ല. നമ്മൾ കാജൽ എഴുതിയതിന് ശേഷം നമ്മളിവിടെ കൊളോസലിന് ഐലൈനർ എടുക്കുകയാണ്. ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഐലൈനറാണ്. എഴുതി കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണോ പോയി വരാം, ഇത് അത്രയും ലാസ്റ്റ് ചെയ്ത് നിൽക്കും.
അപ്പോൾ അത്രയും നമുക്ക് ഉറപ്പുള്ളതാണ്. കാരണം ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ പോയി വരാനായിട്ട് കുറേ ടൈം ലോങ് ആയിട്ടുള്ള ആ ഒരു ടൈമിൽ ലാസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ ഇതിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിലിട്ടിട്ട് നന്നായിട്ട് ഞാൻ കണ്ണൊക്കെ ഒന്ന് എഴുതി വാലയ്ക്ക് ചെറിയൊരു വാലയ്ക്ക് ഇട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു ഈവൻറ്റിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത്. കാരണം ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഒന്ന് എന്താ പറയുക, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണെങ്കിലും നമ്മളെ വിളിക്കാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ലോട്ടറിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എസ്പെഷ്യലി എനിക്ക് സൈനോര ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് അറിയത്തില്ല, എനിക്ക് പണ്ട് തൊട്ടേ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ് കേട്ടോ ചേച്ചി. പിന്നെ നമ്മളിവിടെ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മേബിളിൻ്റെ ലാഷ് ലിഫ്റ്റ് മസ്കാരയാണ്. മേടിച്ചു ഒന്നും നോക്കണ്ട, മേടിച്ചു കിടിലും മസ്കാരയാണ്. ഭയങ്കരമായിട്ട് നമുക്ക് വോളിയം തോന്നിക്കത്ത രീതിയിൽ, നമ്മുടെ ലാഷിന് നല്ല വോളിയം തോന്നിക്കത്തക്ക രീതിയിൽ ഉള്ളൊരു മസ്കാരയാണ് കേട്ടോ. അതിനിടയ്ക്ക് ഇവിടെ അച്ഛൻ ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. എന്താ മസ്കാര ഞാൻ ഒരു 2 to 3 കോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ചൊരു കണ്ണിങ്ങനെ ഉണർന്ന് നിൽക്കണം. കാരണം ഒന്നാമത് എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ലടാ. അപ്പോൾ ഈ കണ്ണിങ്ങനെ ചത്തുകുത്തി ഇരിക്കണ്ട എന്നുള്ള രീതിയിൽ ഞാൻ നന്നായിട്ട് തന്നെ മസ്കാര നല്ല കോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മസ്കാര. പിന്നെ മാഴ്സിൻ്റെ മസ്കാരയും ഭയങ്കര അഫോർഡബിളും ആണ്. ഭയങ്കര ഹൈ എൻഡ് പെർഫോമൻസ് ആണ് മാഴ്സിൻ്റെ ആ ഒരു മസ്കാര. ഞാൻ 170 രൂപയ്ക്ക് കണ്ട മേടിച്ചത് നല്ല മസ്കാരയാണ്. അതും ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പക്ഷേ ഞാനിത് എടുത്തിട്ടു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലിബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്ലമ്മിൻ്റെ ലിബാമാണ്, കാറ്റിമെൽസിൽ. എന്നിട്ട് കൈ വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ മേബിളുണ്ട് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടത്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സൂപ്പർ സ്റ്റേ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം വരെ ഈ സാധനം അങ്ങനെ ഇരുന്നോളൂ. ഭയങ്കര ലോങ് സ്റ്റേ ആണ്. എന്ത് കഴിച്ചാലും പോലെ, ബിരിയാണി കഴിച്ചിട്ട് പോലും അത് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പൊട്ട് വെച്ച് കൊടുത്തു, മുടി അഴിച്ചിട്ടു. അതാണല്ലോ എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ. അഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കൊരു സുഖമില്ല. ഞാനും അമ്മയായിട്ട് ലൈഫിൽ ഏറ്റവും കൂടുതൽ അടി കണ്ടായിട്ടുള്ള കാര്യമാണ് മുടി അഴിച്ചിടുന്നതിന്. ഞാൻ അഴിച്ചിടും. പിന്നെ ഞാനിവിടെ ഒരു പെർഫ്യൂം അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് പ്ലമ്മിൻ്റെ ബോട്ടിലാണെന്നുണ്ടെങ്കിലും അത് പ്യോർ സെൻസിൻ്റെ വാനില പെർഫ്യൂമാണ് കേട്ടോ. അടിപൊളിയാണ്, ബോഡി മിസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ ആക്സസറീസ് ഒക്കെ ഇട്ട് കൊടുത്തു, ഒരു ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുത്തു, ഒരു റിംഗ് ഇട്ട് കൊടുത്തു. പിന്നെന്താ ഹെയർ സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് പ്ലമ്മിൻ്റെ ഹെയർ സിറം. പ്ലമ്മിൻ്റെ കുറേ പ്രൊഡക്ട്സ് കണ്ടല്ലേ. എനിക്ക് പേഴ്സണലി സ്കിൻ കെയർ ബ്രാൻഡ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡാണ് പ്ലം. അതുകൊണ്ടാണ് കേട്ടോ. പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അതുവരെ ബൈ.